തളപതി ആക്ടർ വിജയ് ഞാൻ സിനിമാ ഫീൽഡിൽ നിന്ന് പുറത്തിറങ്ങിയാണ് എന്ന് മാത്രമല്ലാതെ സ്വന്തമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഞങ്ങൾ ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. ഇതാണ് പാർട്ടിയുടെ പേര്. ആൻഡ് ഞങ്ങളുടെ എയിം എന്താണ്, ഞാൻ എന്തുകൊണ്ടാണ് പോളിറ്റിക്സിൽ വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 3 പേജുള്ള ഡോക്യുമെന്റ് പെട്ടെന്ന് ട്വിറ്ററിൽ അങ്ങ് ഇട്ടു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മൊത്തം ഇത് മാത്രമാണ് ഫുൾ ടോക്ക്. എന്തൊക്കെയാണ് വിജയ് ആ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ തമിഴക വെട്രി കഴകം എന്നൊരു പർട്ടിക്കുലർ പേരാണ് അദ്ദേഹത്തിന്റെ പാർട്ടി നെയിം ആയിട്ട് വെച്ചിരിക്കുന്നത്. വിജയ് ഒഫീഷ്യലി റിലീസ് ചെയ്ത ആ ഡോക്യുമെന്റിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് ആ പേജിൽ എഴുതിയിരിക്കുന്നത് പിറപ്പോർക്കും എല്ലാ ഉയിർക്കും എന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ ജീവനും എന്നതാണ് അതിനർത്ഥം. ഇപ്പൊ ആള് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് കുറെ വർഷങ്ങളായിട്ട് ഞാൻ വിജയ് മക്കൾ ഇയക്കം എന്നൊരു പർട്ടിക്കുലർ പേരിൽ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് പുള്ളി ശരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അതല്ലാതെ പുള്ളി ചുമ്മാ തല്ലിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ടീമിന് കയ്യിൽ വെച്ചിട്ട് കുറെ നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഒരു NGO മാത്രമാണ്. ബട്ട് ഒരു NGOയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. കുറെ മാറ്റങ്ങളൊക്കെ ഈ നാട്ടിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എങ്കിൽ അതിന് ഒരു പൊളിറ്റിക്കൽ പവർ വേണം, ഒരു രാഷ്ട്ര ശക്തി വേണം എന്ന് പറയുന്നു. ബേസിക്കലി ഒരു ഗവൺമെന്റ് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിട്ട് മാറണം. ഇത് ഒരു NGO ആയിട്ട് മാത്രം ഇരുന്ന് വിജയ് മക്കൾ ഇയക്കമായിട്ട് മാത്രം ഇരുന്നാൽ പറ്റത്തില്ല. അതുക്കും മേലെ ഒരു പാർട്ടി ആയിട്ട് മാറണം. അപ്പോ ഇതിനേക്കാളും കൂടുതൽ ചേഞ്ചസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്തോ പറയുന്നത് വെച്ചാല് ഇന്ന് ഉള്ള പൊളിറ്റിക്കൽ സിനാരിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ അടുത്തത് ഡയറക്റ്റ് അറ്റാക്ക് ആണ്. സോ എന്താ പറയുന്നതെന്ന് വെച്ചാല് ഇൻഎഫിഷ്യന്റ് ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട് എന്നാ പറയുന്നത്. പിന്നെ കറപ്ഷൻ ആണെങ്കിൽ ഒന്നും പറയണ്ട. ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഉള്ള ഒരു ടൈം, ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമയമാണ്, ഇപ്പോഴാണ്. സോ ഇതും ഡയറക്റ്റ് അറ്റാക്ക് ആണ്. ഇനി പിന്നെ എന്തോ പറയുന്നത് വെച്ചാല് ജാതി മതം ഈ 2 വഴിയിലൂടെ ജനങ്ങളെ പിരിക്കുകയാണ്. പിരിച്ചു വെച്ച് അത് വെച്ചും പോളിറ്റിക്സ് നടക്കുന്നുണ്ട്. സോ അതും ഡയറക്റ്റ് അറ്റാക്ക് ആണ്. ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ആരെയാ ഉദ്ദേശിച്ചതെന്ന്. സോ ഒരു സൈഡില് ഫുള്ള് അഴിമതി, ജനങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. മറ്റേ സൈഡില് ജാതി മതം ഇതൊക്കെ വെച്ച് ജനങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് പോളിറ്റിക്സ് ചെയ്യുന്നു. ഇത് രണ്ടും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. യൂണിറ്റി ആൻഡ് പ്രോഗ്രസ് ഇവിടെ പ്രശ്നമാക്കി വിടുവാണ് ഇവരൊക്കെ. സോ അതുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരണം. സോ ഞങ്ങള് വരണം എന്ന് തീരുമാനിച്ചു. സോ ഇത്രയാണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറയുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ്ലെസ് ആയിട്ടാണ് ഞാൻ കയറി വരുന്നത്. ട്രാൻസ്പെറന്റ് ആയിട്ട് ഇരിക്കണം എന്ന് കരുതുന്നു. ലോങ് ടേമിനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ലാതെ ഈ ഒരു ഇലക്ഷൻ മാത്രം ജയിച്ചാൽ മതി അങ്ങനെയല്ല. അത് പല വർഷങ്ങൾക്ക് തമിഴ്നാടിന്റെ ഫ്യൂച്ചർ എങ്ങനെ മാറ്റണം എന്നാ ആലോചിക്കുന്നത്. കാസ്റ്റ്ലെസ് റിലീജിയൻലെസ് ഗവൺമെന്റ് ഉണ്ടാക്കണം. ജാതി മതം ഈ ഡിഫറൻസസ് ഒന്നും ഇല്ലാത്ത വിധത്തിൽ, പിന്നെ മെയിൻ ആയിട്ട് അഴിമതി ഇല്ലാത്ത, പിന്നെ എഫിഷ്യന്റ് ആയ ഒരു ഓർഗനൈസേഷൻ ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ, അതായത് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തണം. ഇത് ഞങ്ങൾക്കല്ല, തമിഴ്നാട്ടിലുള്ള എല്ലാ തമിഴന്മാരുടെയും ആവശ്യമാണ് ഇത് എന്ന് ഞങ്ങൾക്കറിയാം. ഇത് ഞങ്ങൾ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തിൽ ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കണം. അതിനൊരു പാർട്ടി അതേ നോക്കി പോകണം. അതിനു വേണ്ടിയാണ് ജനങ്ങൾ എന്നും ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, ജനങ്ങളുടെ കൂടെ ചേർന്നേ ചെയ്യാൻ പറ്റൂ എന്നും പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് എന്തുവാ പറയുന്നതെന്ന് വെച്ചാല് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും ശേഷം എനിക്ക് വേണ്ടി ആരാ ഉള്ള എന്ന് ചോദിച്ചാല് തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എന്തേലും ചെയ്യണ്ടേ? സോ ഒരു പ്രാവശ്യം നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചാല് തന്റെ ഇടത്തോടെ അങ്ങ് ഇറങ്ങി ചെയ്തേക്കണം. ചുമ്മാ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടി തുടങ്ങുവാണ്. പാർട്ടിയുടെ പേര് തമിഴക വെട്രി കഴകം എന്നാണ്. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാല് 2026 ഇലക്ഷനിൽ ജയിച്ച് ഫസ്റ്റ് ഡയലോഗ് എങ്ങനെയാണ്, 2026 വരാൻ പോകുന്ന മുഖ്യമന്ത്രി ഇലക്ഷനിൽ കമ്പീറ്റ് ചെയ്ത് ജയിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രാസ് റൂട്ട് ബേസിക് പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ ഞങ്ങൾ നോക്കുവാണ്. അതാണ് ഞങ്ങളുടെ എയിം, ലക്ഷ്യം എന്നും പറയുന്നു.
പിന്നെ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ ഇനി ഒരു 2-3 മാസത്തില് പ്രൈം മിനിസ്റ്ററിന്റെ ഇലക്ഷൻ വരാൻ പോകണം. എം പി ഇലക്ഷന് എല്ലാവരും ചേർന്നാണ് പ്രധാനമന്ത്രിയെ വോട്ടിടുന്നത്. അതേസമയത്ത് MLA ഇലക്ഷനാണ് എല്ലാവരും ചേർന്നിട്ട് മുഖ്യമന്ത്രിയെ ചൂസ് ചെയ്യുന്നത്. സോ എം പിയുടെ ഇലക്ഷന് ഒരു 3 മാസത്തിൽ വരും, അതായത് പ്രധാനമന്ത്രിയുടെ ഇലക്ഷന് ഒരു 3 മാസത്തിൽ വരും. എന്നാൽ MLAയുടെ ഇലക്ഷന് 2 വർഷം കഴിഞ്ഞു വരും, അതായത് 2026 വരും. ഈ MP ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കൊടി എന്താണ്, ചിഹ്നം എന്താണ്, ഞങ്ങളുടെ എയിം എന്താണ് എന്നൊക്കെ അത് കഴിഞ്ഞ് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുവരെ അപ്പൊ ഇനി 3 മാസം എന്തോ ചുമ്മാ ഇരിക്കാൻ പോവാണോ എന്ന് ചോദിച്ചാല് അല്ല. ആളുടെ പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യണം. എവറി ലെവൽ എല്ലായിടത്തും കവർ ആകുന്ന വിധത്തിൽ ചെയ്യണം. അതൊരു വലിയ പ്രോസസ്സാണ്. സോ പാർട്ടി എക്സ്പാൻഷൻ ആണ് ഇപ്പോ ഞങ്ങൾ നോക്കുന്നത്. സോ അതിന് നാച്ചുറലി ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ കാര്യം പറയുന്നത്. ആൻഡ് 2024 വരുന്ന, അതായത് 3 മാസം കഴിഞ്ഞ് വരുന്ന പ്രൈം മിനിസ്റ്റർ ഇലക്ഷനിൽ ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നുമില്ല, ഞങ്ങളും ഇലക്ഷനിൽ നിൽക്കുന്നില്ല എന്ന കാര്യവും ക്ലിയർ ആക്കിയിട്ടുണ്ട്. സോ എയിം 2 വർഷം കഴിഞ്ഞിട്ടാണ്. ആൻഡ് ഫൈനലി വിജയ് എന്തോ പറയുന്നത് വെച്ചാൽ, രാഷ്ട്രീയം എന്നത് ബാക്കി ജോലികളെ പോലെ എനിക്ക് ഒരു ജോലിയല്ല, അത് ഒരു വലിയ വിശുദ്ധമായ ഒരു ജോലിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുവേണ്ടി ഞാൻ കുറെ ദിവസങ്ങളായിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ കുറെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് പ്രിപ്പയർ ആവുമായിരുന്നു. ഇത് എന്റെ ഒരു ലൈഫ് ടൈം ഗോൾ ആണ് എന്നും പറയുന്നു. സോ ബേസിക്കലി ഇതാണ്, ഇവിടെ ഒരു ഗവൺമെന്റ് ചേഞ്ച് ഉണ്ടാവണം, ഇലക്ഷനിൽ ജയിക്കണം, പൊളിറ്റിക്കൽ ചേഞ്ച് വരണം, കറപ്ഷൻ ഫ്രീ ഗവൺമെന്റ്, അതായത് അഴിമതി ഇല്ലാത്ത ഗവൺമെന്റ്, ജാതി മതം വേറുപാട് ഇല്ലാത്ത ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യണം. ഇതാണ് അവരുടെ ഓവറോൾ ഗോൾ. ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ചില സിനിമകൾക്ക് ഞാൻ കമ്മിറ്റ് ആയിട്ടുണ്ട്. കമ്മിറ്റ് ആയ സിനിമകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ സിനിമ ഫീൽഡിൽ നിന്ന് തന്നെ പുറത്തിറങ്ങും. ബൈ ബൈ സിനിമ, ഇനി സിനിമയ്ക്കും എനിക്കും ഒരു ബന്ധവും കാണില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. സൈനും ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് വിജയ് പറഞ്ഞ ഓവറോൾ കാര്യം. സോ 2026 എന്റെ ഗോൾ എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇത്രയും വ്യക്തമായിട്ട് പോളിറ്റിക്സിൽ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു ആക്ടർ തമിഴ്നാട്ടിൽ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. കാരണം ഇപ്പോ രജനീകാന്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് ബട്ട് ഫൈനലി വന്നില്ല. അതേപോലെ തന്നെ കമൽഹാസന് എനിക്ക് പോളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, പക്ഷെ പെട്ടെന്ന് പോളിറ്റിക്സിങ് വന്നു. സോ അങ്ങനെ ഒന്നും അല്ലാതെ ഇതാണ് എന്റെ ഗോൾ എന്ന് കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിലൂടെ പറഞ്ഞ് അണ്ണാ ഹസാരയുടെ പ്രൊട്ടസ്റ്റിന് പോയി, ജല്ലിക്കട്ടിന്റെ പ്രശ്നത്തിന് പോയതായിക്കോട്ടെ, ഹി ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ ദിസ് പോയിന്റ് ഓൾ ദിസ് വൈൽ എന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇതൊരു ഈസി ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ നോ. കാരണം തമിഴ് സിനിമയിൽ നിന്ന് പോളിറ്റിക്സിൽ വന്ന് ജയിച്ച ഒരു 3 പേരെ നമുക്കറിയത്തുള്ളൂ. MGR, കരുണാനിധി, ജയലളിത. പിന്നെ ഇപ്പോ ഉദയനിധി സ്റ്റാലിനും ഉണ്ട്. ബട്ട് കരുണാനിധിയുടെ കൊച്ചുമോനാണ് ഉദയനിധി സ്റ്റാലിൻ. സോ ഓൾറെഡി പോളിറ്റിക്സിൽ ഉള്ള ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് നമുക്കത് വലിയ കണക്കായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. കരുണാനിധിയുടെ മകനാണ് സ്റ്റാലിന്റെ മകനാണ് ഉദയനിധി സ്റ്റാലിൻ. സോ നാച്ചുറലി അവർ ഓൾറെഡി പോളിറ്റിക്സിലുണ്ട്. അതുകൊണ്ട് നമുക്കത് വലിയ കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം തമിഴ് സിനിമയിൽ നിന്ന് പോളിറ്റിക്സിൽ വന്ന് തോറ്റുപോയ ഒരുപാട് നടന്മാരൊക്കെ ഉണ്ട്. അവർ ആരൊക്കെയെന്നറിയാവോ? ശിവാജി ഗണേശൻ 1989 തമിഴക മുന്നേറ്റ മുന്നണി എന്ന പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഭാഗ്യരാജ് MGR മക്കൾ മുന്നേറ്റ കഴകം എന്ന പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിംബുവിന്റെ അച്ഛൻ T രാജേന്ദ്രൻ, അദ്ദേഹം 2 പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് 1991, പിന്നെ 2004. രണ്ടിലും പൊട്ടി. ക്യാപ്റ്റൻ വിജയകാന്ത് 2005 പാർട്ടി സ്റ്റാർട്ട് ചെയ്തു, വലിയ വിജയമൊന്നും കണ്ടില്ല. 2006 കരുണാസ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2007 ശരത് കുമാർ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. 2009 കാർത്തിക് പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. 2010 സീമാൻ നാം തമിഴർ എന്നൊരു പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റീസെന്റ് കമൽഹാസനും പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. 3 പേര്, MGR, കരുണാനിധി, ജയലളിത, ഇവർ 3 പേര് സിനിമയിൽ നിന്ന് പോളിറ്റിക്സിൽ വന്ന് ജയിച്ചപ്പോ 8 പേർക്കും മുകളില് നടന്മാര് സിനിമ ഫീൽഡിൽ നിന്ന് പോളിറ്റിക്സിൽ വന്ന് തോറ്റുപോയ ചരിത്രമാണ് തമിഴ്നാടിനുള്ളത്. ഇപ്പോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? 2026 വിജയ് ഇലക്ഷനിൽ നിന്നാൽ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുമോ? സിനിമാ ഫീൽഡിൽ വിജയ് ഒരു വലിയ സക്സസ്ഫുൾ പേഴ്സൺ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് പോളിറ്റിക്സിൽ അങ്ങനെ തന്നെ ആവുമോ? വിജയ് ജയിക്കുവോ അതോ തോക്കുവോ? അല്ലെങ്കിൽ ഒരു മാതിരി മിക്സഡ് ആയിരിക്കുമോ? കുറച്ച് സീറ്റുകൾ മാത്രം കിട്ടിയിട്ട് അങ്ങനെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല,
വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി ഇനി അടുത്തത് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്സിൽ വന്നിട്ട് എന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ലാതെ ആ നോട്ടിഫിക്കേഷൻ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.